നമസ്കാരം, വണക്കം, സസ്രിയക്കാൾ. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന മൂവി കാന്താര ദി ലെജൻഡ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു മൂവിയാണ് കാന്താര ദി ലെജൻഡ്. ഋഷഭ് ഷെട്ടി ഡയറക്റ്റ് ചെയ്യുകയും തകർത്ത് സൂപ്പറായിട്ട് അഭിനയിക്കുകയും ചെയ്ത ഒരു മൂവിയാണ് കാന്താര. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അജനീഷിന്റെ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പട്ടക്കം പൊട്ടണമെന്നൊക്കെ പറയില്ലേ, അതുമാതിരിയുള്ള മ്യൂസിക് ആയിരുന്നു പുള്ളി ചെയ്തത്. കോപ്പി റൈറ്റ്സ് ഒക്കെ നമ്മുടെ മലയാളികളായ തൈക്കോടൻ ബ്രിഡ്ജൊക്കെ അവകാശപ്പെട്ടെങ്കിലും എന്നെ പേഴ്സണലി സംബന്ധിച്ച് അതൊരു രാഗമാണ്. ആ രാഗം ആർക്ക് വേണമെങ്കിലും കോപ്പി അടിക്കാം. ഇപ്പൊ തഗ്ഗവീരനായിട്ടുള്ള ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞ ഷാൻ റഹ്മാൻ എന്ന് പറഞ്ഞ ആള് മ്യൂസിക് ചെയ്യണത് തന്നെ മ്യൂസിക് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് അത് തന്നെ കോപ്പി അടിക്കുക എന്ന് പറയണല്ലേ. സോ അതൊന്നും ഒരു അർത്ഥമില്ല. ആർക്ക് വേണമെങ്കിലും ആരെ വേണമെങ്കിലും കോപ്പി അടിച്ച് ചെയ്യാതിരിക്കുക ചെയ്യാം. പക്ഷെ ആ സിനിമയുടെ കാതൽ എന്ന് പറഞ്ഞ് പറയുന്നത് ആ ഒരു പാട്ടാണ്. ഞാൻ പറയാൻ വന്നതൊന്നുമല്ല, ഐ എം എ മോട്ടിഫൈൻഡർ. മോട്ടിവേഷനാണ് എൻ്റെ ഒരു ഉദ്ദേശം. സോ വാട്ട് ഈസ് ദ മോട്ടിവേഷൻ ഈസ്, ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയുടെ സ്ക്രിപ്റ്റില് ലാസ്റ്റ് ദ ക്ലൈമാക്സ് സീൻ, ഈ ക്ലൈമാക്സ് സീനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. ക്ലൈമാക്സില് പുള്ളി അത് നമ്മൾ ഡബ്ഡ് വേർഷൻസിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും ഈ പറഞ്ഞ സംഭവങ്ങളോ അല്ലെങ്കിൽ വേറെ ഒരു ലാംഗ്വേജോ ഡബിങ്ങോ ഒന്നുമില്ല. അവര് പറയുന്ന ആ ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ. ദാറ്റ്സ് ക്ലൈമാക്സ് സീനിൽ ആ വൺ ലൈൻ മാത്രമേ പുള്ളി എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ വൺ ലൈൻ പിന്നെ അഭിനയിച്ചത് ഋഷഭ് ഷെട്ടിയാണ്. ഋഷഭ് ഷെട്ടിക്ക് മനസ്സില് ഗുളികൻ കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതിന്റെ സ്ക്രിപ്റ്റ് ഇല്ലായിരുന്നു എന്നാണ് വളരെ വ്യക്തമായിട്ടൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് എന്റെ പോയിന്റ്. ദാറ്റ് ഈസ് എ മോട്ടിവേഷൻ. നമ്മളൊരു സിനിമയുടെ ക്ലൈമാക്സിൽ എങ്ങനെ അത് തകർത്ത് അഭിനയിക്കുക അല്ലെങ്കിൽ തകർത്ത് ആ സിനിമ വിജയകരമാക്കുക എന്നുള്ളതിന്റെ ഒരു ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കാന്താര ദി ലെജൻഡ്. നിങ്ങളുടെ ക്ലൈമാക്സ് വീണ്ടും വീണ്ടും കാണാൻ തോന്നിക്കും. വീണ്ടും പറയട്ടെ, അജനീഷിന്റെ മ്യൂസിക് സ്കോറാണ് അതിന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഐ എം വെരി താങ്ക്ഫുൾ ടു അജനീഷ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതേപോലെ തന്നെ ഋഷഭ് ഷെട്ടി ബോക്സ് ഓഫീസിൽ KGF കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ കന്നഡ മൂവിയാണ് ഈ പറഞ്ഞ കാന്താര. സോ കാന്താരയുടെ നെക്സ്റ്റ് പാർട്ടൊക്കെ വരണ്ടെന്ന് പറയണ്ടേ, എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ, നല്ല രീതിയിൽ പൊക്കോട്ടെ. കാന്താര ദി ലെജൻഡ് പ്രൈം വീഡിയോയിൽ അവൈലബിൾ ആണ്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. മലയാളത്തിലും കന്നഡയിലും തമിഴിലും ഹിന്ദിയിലും ഒക്കെ ലഭ്യമാണ്. മലയാളികൾക്ക് മലയാളത്തിൽ കാണാൻ ശ്രമിക്കുക, തമിഴുള്ള ആൾക്കാർ തമിഴിൽ കാണാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.